സമ്പൽ സമൃദ്ധമായ നല്ലൊരു അടിപൊളി വിഷു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് ഫ്രം മൈ ഹാർട്ട് വിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഫോണിലോട്ട് നോക്കി സംസാരിക്കാത്തതിലൊന്നും തോന്നരുത്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഫോണിലോട്ട് ഇങ്ങനെ നോക്കി സംസാരിച്ചാൽ പ്രത്യേകിച്ച് ഞാൻ സ്പെക്സ് എടുത്തിട്ടില്ല, അപ്പം തലയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തല ഭയങ്കരമായിട്ട് പ്രശ്നമാകും. അപ്പോൾ ഞാൻ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും ഓപ്പൺ ഏജൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ കാറിലായി പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം സീക്രട്ട് ഏജൻ്റായ നമ്മുടെ ഓപ്പൺ ഏജൻറ്റ് തന്നെയാണ്. പുള്ളി കാണിച്ച ഒരു പോസിറ്റീവ് കാര്യവും ഒരു നെഗറ്റീവ് കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നെഗറ്റീവിൽ നിന്ന് തുടങ്ങാം. ആ നെഗറ്റീവ് അങ്ങ് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവിനെ പറ്റി വാരി വെതറാലോ. അപ്പോൾ വീഡിയോ എൻഡ് ആവുന്നത് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നലെ എനിക്ക് മണ്ടത്തരം എന്ന് തോന്നിയ ഒരു കാര്യം, അകത്ത് പോയിട്ട് അഫ്സലിൻ്റെ വോയിസ് ലീക്കായ കാര്യങ്ങളും A to Z കാര്യങ്ങളും പുള്ളി അവിടെ സംസാരിച്ചു. വാണിംഗും കിട്ടി, അറഞ്ചം പുറഞ്ചം. ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിയിലും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല മെൻ്റലി തളർത്താൻ വേണ്ടിയിട്ട് എല്ലാം അറിഞ്ഞിട്ടും പുള്ളി അവിടെ പോയി സംസാരിച്ചതാണെന്ന്. അങ്ങനെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മേ ബി ഇത് പുറത്തെല്ലാവരും എടുത്ത് ഡിസ്കസ് ചെയ്യും, അപ്പോൾ എനിക്ക് റേറ്റിംഗ് കുറച്ച് കൂടും, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞാണോ, അങ്ങനെ ഒരു ചിന്താഗതി സായിക്കുണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് തോന്നിയത് 4 കാലിൽ വീഴും ചിലർ, പക്ഷെ ആ 4 കാലിൽ വീഴുന്നത് ക്രെഡിറ്റ് ആവുന്നത് സേഫ് ലാൻഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ സായി ഇന്നലെ സേഫ് ലാൻഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആള് കയ്യിൽ നിന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും A to Z പറഞ്ഞതിന് ശേഷം എനിക്കതൊരു ഗെയിം പ്ലാൻ ആയിട്ട് എനിക്ക് ലിറ്ററലി തോന്നിയില്ല ഗൈസ്. എനിക്ക് അത് അങ്ങനെ ഒരു പറ്റിപ്പോയതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് പറയാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും പുള്ളി പറഞ്ഞു, വാർണിംഗ് വരെ കിട്ടി. അപ്പോൾ എനിക്കതൊരു ഫ്ലോപ്പ് ഗെയിം ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആശാൻ അതൊരു ഗെയിം പ്ലാൻ ആയിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞത് പൊട്ട മണ്ടത്തരായിപ്പോയി. പക്ഷേ എന്താന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സായിക്ക് സോറി ലാലേട്ട, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതാവുമായിരുന്നു സത്യം. പക്ഷേ എല്ലാ റിവ്യൂ ചെയ്തു വന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു അട്ടർ ഫ്ലോപ്പ് ഗെയിം അവിടെ കാണിച്ചു കഴിയുമ്പോൾ എന്തായി അവസാനം സായിക്ക് ഓപ്പൺ നോമിനേഷനിലോട്ട് അൺനെസസറി. ജാസ്മിൻ ഓൾറെഡി നോമിനേറ്റ് ചെയ്തു, ഇപ്പൊ ലാലേട്ടനും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. അത് മാത്രമല്ല, അവിടെ ലാലേട്ടൻ ജാസ്മിനോട് പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ എന്തായി ജാസ്മിൻ, സായി പറഞ്ഞത് ഗെയിം പ്ലാന് വേണ്ടി പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ജാസ്മിൻ സായി അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവിടെ മാറി. അവിടെ ഒരു സായി അങ്ങനെ വെറുതെ കളിക്ക് പറയില്ല, വെറുതെ നുണ പറയില്ല എന്നുള്ള ജാസ്മിന്റെ വിശ്വാസത്തിന് അവിടെ ബ്രേക്ക് ആവുകയും സായി അവിടെ നല്ല രീതിയിൽ 3G ആവുകയും ചെയ്തു. മേ ബി സായി അവിടെ മണ്ടത്തരം പറ്റിയിട്ടും തെറ്റു പറ്റിയിട്ടും അത് ഹൈഡ് ആക്കിക്കൊണ്ട് ലാലേട്ടന്റെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഗെയിം പ്ലാൻ ആയിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞത്. എന്നാ ശരി മോനെ, നീ ഡയറക്റ്റ് നോമിനേഷനോട് പോയിക്കോ എന്നുള്ളൊരു പണി കിട്ടി. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അരിയണം കാണിച്ച അവിടെ മണ്ടത്തരാന്നാണ് പേഴ്സണലി ഞാൻ പറയുന്നത്. ഇപ്പൊ എന്തായി, ജാസ്മിന് മനസ്സിലായി പുറത്ത് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ഒക്കെ കൂളാണ്. ഈ അഫ്സലിന്റെ വോയിസ് വന്ന കാര്യവും എല്ലാം നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്തായിട്ട് പറഞ്ഞാണ്, ഗെയിം പ്ലാൻ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ സാധനം എടുത്തു വെച്ചിട്ട് ഇതിനടുത്തൊരു ജയിൽ ടാസ്ക് അല്ലെങ്കിൽ അടുത്തൊരു നോമിനേഷൻ അല്ലെങ്കിൽ എന്നേക്കായിട്ട് ഈ സാധനം ജാസ്മിനോട് എടുത്ത് കൊത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പുറത്ത് ഈ വോയിസ് വന്നതും കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പുറത്ത് അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് അകത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ജാസ്മിന്റെ മൈൻഡില് ഈവൻ ഇപ്പൊ നമ്മളാണെങ്കിലും ഒന്ന് ആലോചിക്കും, അവൻ ഇത്രയും വലിയ കാര്യം ഗെയിം പ്ലാന് വേണ്ടി പറഞ്ഞല്ലേ, അത് കാരണം എന്റെ മൈൻഡ് ഇത്ര അപ്സെറ്റ് ആയില്ലേ എന്നുള്ള രീതിയിൽ വന്നു. ജാസ്മിൻ അവിടെ മാലാഖയുടെ കുഞ്ഞാടുമായി. മറ്റേ ഇവൻ സായി വന്നിട്ട് എന്തായി, അവിടെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവനായി ജാസ്മിന്റെ മുന്നിൽ. സത്യം പറഞ്ഞാൽ സായി അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന സെൻസിലെ ഗെയിം പ്ലാന് വേണ്ടിയിട്ട് പറഞ്ഞാൽ എല്ലാ കാര്യം പറഞ്ഞാണ്. അത് ലാലേട്ടന്റെ മുന്നിൽ എന്തിനാണോ വരിയണ്ണൻ ഇങ്ങനെ പൊട്ടത്തരം കാണിച്ചിട്ട് അതെന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞത്. അത് 1-2 പ്രാവശ്യമൊന്നുമല്ല പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് വാണിംഗ് കിട്ടിക്കഴിഞ്ഞപ്പോഴും ആശാൻ അവിടെ മിണ്ടാണ്ടിരുന്നുള്ളൂ. അതൊരു അട്ടർ ഫ്ലോപ്പ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗെയിം പ്ലാൻ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, സോറി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം അവിടെ ക്യാരക്ടർ മാറി, ക്യാരക്ടർ റോങ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ വന്നു. പിന്നെ ഇനി ഒരു പോസിറ്റീവ് കാര്യത്തിലോട്ട് നമുക്ക് പറയാം. അവിടെ ആ ഡ്രിങ്ക് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ പോയിന്റ് അത് അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിൽ വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ഓഫ് കോഴ്സ് അവർ പ്രേമാണോ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ കാണിക്കുന്നത് ലവേഴ്സ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഏതാന്ന് അറിയാത്ത മേ ബി ദേ ആർ ടോട്ടലി ജബ്രി കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ജബ്രി കൺഫ്യൂസ്ഡ് ആണെന്ന് അഭിനയിച്ചിട്ട് മറ്റുള്ളവരെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ കൊണ്ട് ഇവരുടെ രാസലീലകളെ പറ്റി സംസാരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഡിഫൈൻഡ് അല്ലാത്തൊരു റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പിന്റെ പേരിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ജാസ്മിൻ എന്നുള്ള രീതിയിൽ ആ ഡ്രിങ്ക് കൊടുത്ത കളി അരിയൻ്റെ ആ ഗെയിം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അത് അപ്രീഷിയേറ്റബിൾ ആണ്. അപ്പൊ ഇതേപോലെ ബുദ്ധിപൂർവ്വം കുറച്ചുകൂടി കളിച്ചാൽ നല്ലതായിരിക്കും. അതേപോലെ സായിക്ക് ഒരു കാർ ടാസ്ക് കൊടുക്കണം. കാറിന്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്ത് കാറില്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് വരില്ല എന്നുള്ളൊരു അവസ്ഥയിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ബിഗ് ബോസ് ഒരു കാർ ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഗെയിം വരുമായിരിക്കും. അപ്പം അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. ബൈ.